ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടേക്കണം. അപ്പോൾ ഈ ഒരു രീതിയിൽ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കണേ. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ചിക്കൻ റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 1 കിലോ അളവിലാണ് ചിക്കൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഒരു ചെറുനാരങ്ങയുടെ പകുതി ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ച് കൊടുത്തിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ഇത് അങ്ങനെ തന്നെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചിക്കൻ റോസ്റ്റിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല ഒന്ന് തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 2 പീസ് കറുവാപ്പട്ട എടുത്തിട്ടുണ്ട്, ഒരു തക്കോലം എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു 3 ഗ്രാമ്പു, 3 ഏലക്ക. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ ഫ്ലെയിം ഒന്നും ഓണാക്കി കൊടുത്തിട്ടില്ല. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ മുഴുവൻ മല്ലിയും ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഒരു 6 വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനോടൊപ്പം തന്നെ 2 ടീസ്പൂൺ അളവിൽ പെരുംജീരകവും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 6 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ തൊലിയോട് കൂടി തന്നെയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഫ്ലെയിമെല്ലാം ഓണാക്കിയതിന് ശേഷം ഇത് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുത്തേക്കണം. അപ്പോൾ തീയെല്ലാം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. ഇപ്പോൾ കരിഞ്ഞു പോവാതെ നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുത്തേക്കണം. ഇപ്പോൾ ഇതാ നമ്മുടെ മസാലയെല്ലാം ഇവിടെ നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിമെല്ലാം ഓഫാക്കിയതിന് ശേഷം ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു കടായിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനോടൊപ്പം തന്നെ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുത്തേക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് 2 സവോള നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുത്തേക്കണം. സവോളയെല്ലാം ഏകദേശം നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുത്ത് നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇതാ നമ്മുടെ സവോളയെല്ലാം ഏകദേശം നന്നായിട്ട് തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് നമ്മളെടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കനും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ 1 മിനിറ്റ് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുത്തേക്കണം. ഇപ്പോൾ ഇതാ നമ്മുടെ ചിക്കനെല്ലാം നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരല്പം വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പോളം വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വെള്ളമൊക്കെ നമ്മൾ അതിലും കൂടി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ഒരല്പം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ആ സമയം കൊണ്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മസാല നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കനെല്ലാം കുക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മസാലയും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി വയ്ക്കണം. അപ്പോൾ നമ്മുടെ ചിക്കനിലേക്ക് മസാലയിൽ നന്നായിട്ട് തന്നെ പിടിച്ച് കിട്ടാനായിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചേക്കണം. അതിനുശേഷം ദാ ഇതുപോലെ ഒരു 10 മിനിറ്റ് കൂടി ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ദാ നമ്മുടെ ചിക്കനെല്ലാം വെച്ചിട്ട് 10 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കനെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഇതിൽ നന്നായിട്ട് തന്നെ എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതൊന്ന് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം ഞാനിതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഒരു പച്ചമുളകൊന്ന് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും അതിനോടൊപ്പം തന്നെ കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഇനി ഉപ്പിൻ്റെ അളവൊക്കെ നിങ്ങൾ ഈ സമയത്ത് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുകയാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ചിക്കൻ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മസാലയിൽ നമ്മൾ ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കി എടുക്കുമ്പോൾ ചിക്കൻ റോസ്റ്റിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ പുതിയ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാനും മറന്നു പോകരുത്. അപ്പോൾ ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരാം. താങ്ക്